പാപത്തിനകത്തുനിന്ന് അവൻ നമ്മളെ വീണ്ടെടുത്തു. He redeemed us from sin. ചില സമയത്ത് യേശുവിനെ അറിയുന്നതിന് മുമ്പേ അത് ചെയ്തില്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോ നിന്റെ ചോയ്സാണ്. ഇപ്പോൾ നീ പാപത്തിന്റെ അടിമയല്ല. യേശു നിന്നെ പാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങിയത് കൊണ്ട് നീ തീരുമാനിച്ചാൽ നിനക്ക് പാപത്തെ ജയിക്കാൻ പറ്റും. In the old times you are not able to overcome sin, but now Jesus has redeemed you so that you can overcome sin. നേരത്തെ നിനക്കത് ചെയ്യണമായിരുന്നു, നേരത്തെ നിനക്ക് പോകണമായിരുന്നു, നേരത്തെ നിനക്ക് അങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റത്തുള്ളായിരുന്നു. കാരണം നീ സ്ലേവ് ആയിരുന്നു, അടിമയായിരുന്നു. എന്നാൽ യേശു കാൽവറി ക്രൂശിൽ ആ അടിമത്തത്തെ പൊട്ടിച്ചിട്ട് നിന്നെ ഫ്രീ ആക്കി മാറ്റി. Earlier you were slave to several sins, but Jesus has broken that slavery and he redeemed you. ആ തലയിലോട്ട് കൈവച്ച് പറഞ്ഞാട്ടെ, ഞാൻ അടിമയല്ല. Place your head on your hand. ഞാൻ പുത്രനാന്ന് പറഞ്ഞാട്ടെ. And say, I am a son of God. ഉറക്കെ പറ, ഞാൻ പുത്രനാണ്. I am son of God. എന്നെ യേശു വീണ്ടെടുത്തു. Jesus has redeemed me. എന്നെ വീണ്ടെടുത്തു. Jesus redeemed me. എവിടെ നിന്ന് വീണ്ടെടുത്തു? From where did Jesus പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. He redeemed me from sin. എഫെസ്യ ലേഖനം 1:7 പറയുന്നു. Ephesians chapter 1 verse 7 says. എഫെസ്യ ലേഖനം 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അതിക്രമം എന്ന വാക്കിന്റെ അർത്ഥം ക്രമം തെറ്റുക. ക്രമം തെറ്റിയ സാഹചര്യത്തിനകത്തുനിന്ന് അവൻ നിന്നെ വീണ്ടെടുത്തു. The word transgression means it is become orderless, and he saved you from that orderless things. അവൻ നമ്മളെ റിഡീം ചെയ്തു. He redeemed us. തീത്തോസ് 2:14 പറയുകയാണ്. Titus 2. അവൻ നമ്മളെ വീണ്ടെടുത്തിട്ട് എന്തോ ചെയ്തെന്നാ അവിടെ പറയുന്നത്. 2:14 അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം. നേരത്തെ മുഴുവനും അധർമ്മം ചെയ്യുന്നവരായിരുന്നു. ബിഫോർ വി വെയർ വിക്കഡ്, we were doing wicked things earlier. ഇപ്പം അവൻ നമ്മളെ റിഡീം ചെയ്തു. But he has redeemed us now. എന്തിനു വേണ്ടിയാ റിഡീം ചെയ്തത്? Why did he redeem us? നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറും. Should become zealous of good works. സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. Who gave himself for us, that he might redeem us from all iniquity and purify unto himself a peculiar people zealous of good works. എബ്രായ ലേഖനം 9:15 വളരെ ബ്യൂട്ടിഫുൾ ആയി അത് പറഞ്ഞിരിക്കുന്നത്. Hebrews chapter 9:15. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. ആമേൻ. നമ്മളെ ആദ്യ നിയമത്തിന്റെ ലംഘനങ്ങൾക്കകത്തു നിന്ന് വീണ്ടെടുത്തു. For this reason Christ is the mediator of a new covenant, that those who are called may receive the promised eternal inheritance, now that he has died as a ransom to set them free from the sins committed under the first covenant. Covenant ലോയ്ക്കകത്തു നിന്ന് വീണ്ടെടുത്തു. He redeemed us from the law. Amen. എന്നിട്ടൊരു പുതിയ നിയമത്തിന്റെ അകത്തോട്ട് നമ്മളെ കയറ്റി. And he made us enter into a new covenant. ആ പുതിയ നിയമം സ്ഥാപിച്ചത് യേശുവിന്റെ രക്തത്താലാണ്. And he made this new covenant through the blood of Christ. ആ പുതിയ നിയമത്തെ സ്ഥാപിച്ചിട്ട് അവൻ നമ്മളെ അതിനകത്ത് പ്രവേശിപ്പിച്ചു. He established a new covenant and he made us enter into that covenant. അടുത്ത വാക്യം 16ാമത്തെ വാക്യം. Verse 16. നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. 17ാമത്തെ വാക്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. ആമേൻ. ചിലര് പ്രമാണത്തിൽ എഴുതി വെക്കും, എന്റെ കാലശേഷം ഇതെന്റെ മൂത്ത മകൻ കൊച്ചുണ്ണിക്കും അവന്റെ മക്കൾക്കും അവകാശമായി കൊടുത്തിരിക്കുന്നു. എപ്പോഴാണ് കാലശേഷം? അപ്പം ആ നിയമം കൊച്ചുണ്ണിക്കും ഫാമിലിക്കും എങ്ങനെ കിട്ടും? മരണം നടന്നു കഴിയുമ്പോഴാണ് കിട്ടുന്നത്. ഇതുപോലെ യേശു മരിച്ചപ്പോൾ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. എൻ്റെ മരണത്താൽ ഞാൻ അതിനെ ഉറപ്പിച്ചു. യേശു എവിടെ മരിച്ചു? കാൽവറി ക്രൂശിൽ. മരിച്ചത് കൊണ്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഒരു മതം ഉണ്ടാവുകയല്ലായിരുന്നു. നിന്നെ അവൻ പുതിയ നിയമത്തിനകത്തേക്ക് ഭാഗവാക്കാക്കി മാറ്റി. Because he made us enter into a new covenant. We became the part of this new covenant. ഇപ്പോൾ നിങ്ങൾ പഴയ നിയമത്തിന്റെ കീഴിലുള്ളവരല്ല. നിങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഉണ്ടാക്കിയ ശ്രേഷ്ഠമായ വാഗ്ദത്തമേറിയ പുതിയ നിയമത്തിന്റെ കീഴിലാണ്. Now you are not under the old covenant. Now you are under the covenant of much glorious one.